എല്ലാ സുഹൃത്തുക്കൾക്കും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. യുദ്ധം യാതൊരു മാറ്റങ്ങളും സംഭവിക്കാതെ, സമാധാന ശ്രമങ്ങൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെ മുന്നോട്ട് പോവുകയാണ്. എപ്പോൾ തീരുമെന്ന് ആർക്കും പ്രവചിക്കാൻ സാധിക്കാത്തൊരു അവസ്ഥയിലാണ് ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നത്. ഇത് ഈ രീതിയിൽ പോയാൽ ദുരിതങ്ങൾ മാത്രമേ ബാക്കിയുണ്ടാകുകയുള്ളൂ. ഇപ്പോൾ റഷ്യയും ചൈനയും പല രാജ്യങ്ങളും ഈ യുദ്ധത്തിനെ അംഗീകരിക്കുന്നവരായിട്ടും അല്ലാത്തവരുമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ സന്തോഷമായുള്ളൊരു കാര്യം, നാറ്റോ സഖ്യത്തിലുള്ളവർ ഈ യുദ്ധത്തിനെ അംഗീകരിക്കുന്നില്ല. അതായത് ലോക പോലീസ് എന്നുള്ളൊരു ടൈറ്റിൽ അമേരിക്ക വിചാരിക്കുന്നത് എന്തും നടത്തിയെടുക്കാമെന്നുള്ള ഒരു ഹുങ്ക് അമേരിക്കൻ സ്ഥാനപതിയായ ട്രംപിനുണ്ടായിരുന്നു. അത് മൊത്തം തകർന്നടിഞ്ഞു. ഇനി ട്രംപ് ആയിരിക്കില്ല കാര്യങ്ങൾ നിശ്ചയിക്കേണ്ടത്. ട്രംപിന് ആകെ ചെയ്യാമെന്നുള്ളൊരു കാര്യം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം യുദ്ധം ജയിക്കണം, ഞാൻ യുദ്ധം ചെയ്യുന്നത് സമാധാനത്തിന് വേണ്ടിയാണ് എന്നുള്ള യാതൊരു അർത്ഥബോധമില്ലാത്ത വാചാലങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മുൻപേ സൂചിപ്പിച്ചതുപോലെ യുദ്ധം തുടങ്ങുന്നതിനേക്കാളും ബുദ്ധിമുട്ടാണ് യുദ്ധം നിർത്തുന്നത്. ഇപ്പോൾ തന്നെ ഗൾഫ് മേഖലകളിൽ ജനങ്ങളെല്ലാം ഭീതിയിലാണ്. ഗൾഫ് മേഖലകൾ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ എയർലൈൻസും, അതായത് എമിറേറ്റ്സ്, ഗൾഫ് എയർ, ഖത്തർ എയർവേസ്, അങ്ങനെ പല ഇത്തിഹാദ്, ഇങ്ങനെയുള്ള പല, കുവൈറ്റ് എയർവേസ്, സൗദിയ, ഇവയെല്ലാം നഷ്ടങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലുപരി പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ജോലികളും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് ഒരു പരിധി കഴിഞ്ഞാൽ കൺട്രോൾ ചെയ്യാൻ വയ്യാത്ത അവസ്ഥയിലേക്ക് മാറിക്കഴിഞ്ഞു. ഏതാണ്ട് കോടിയിലധികം അടുത്ത ആൾക്കാർ വർക്ക് ചെയ്യുന്ന ഇന്ത്യൻസ് ഗൾഫിലുണ്ട്. അവരുടെ നിലയും വലിയ പരുങ്ങലാണ്. അവർക്ക് സമാധാനത്തോടെ അന്തിയുറങ്ങാൻ സാധിക്കുന്നൊരു സാഹചര്യമല്ല ഇപ്പോൾ അവിടങ്ങളിലുള്ളത്. പലരും ഭീതിയിലാണ്. ഇനി വ്യോമഗതാഗതം മൊത്തം തകർന്നിരിക്കുകയാണ്. ആൾക്കാർക്ക് ഒരു സ്വാതന്ത്ര്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാൻ സാധിക്കാത്തൊരവസ്ഥയും. എക്കണോമിക്കലി, സാമ്പത്തികമായി വളരെ ഓരോ ദിവസവും തകർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഈ കേരളത്തിൽ തന്നെ നമുക്കിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ പാചകവാതകം, അതിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഹോട്ടലുകൾ പലതും അടച്ചു കഴിഞ്ഞു. ഹോട്ടൽ തൊഴിലാളികൾ ജോലിയില്ലാതെയായി. ഇതെല്ലാം വളരെ മോശമായൊരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാണ്. ഇതിൽ നിന്ന് ഈ യുദ്ധക്കൊതിയന്മാർക്ക് എന്ത് നേടി? ഒന്നും നേടാൻ പറ്റിയില്ല. നമുക്കറിയാം, ഈ ഒരു പട്ടാള ബലവും സാമ്പത്തിക ബലവും വെച്ച് മറ്റൊരു രാജ്യത്തിൽ കടന്നു കയറി അവിടുത്തെ ഭരണാധിപന്മാരെ അറസ്റ്റ് ചെയ്ത് മാറ്റുക, അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്ത് കടന്നു കയറി അവരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുക. ഇതിനർത്ഥം മറ്റുള്ള രാജ്യക്കാരെല്ലാം ശരിയെന്ന് പറയില്ല. അവിടെ ഉണ്ട് പല ബുദ്ധിമുട്ടുകളും. ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവർ മതരാഷ്ട്രമായി മാറിക്കൊണ്ടെങ്കിൽ മതത്തിന് എഗൻസ്റ്റായി ആരെന്ത് പ്രവർത്തിച്ചാലും അവരപ്പം തന്നെ വധിക്കുക അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അതായത് മതവും ഭരണവും ഒരിക്കലും ഒന്നായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം മുൻകാലങ്ങളിൽ ഞാനൊക്കെ സൗദി അറേബ്യയിൽ ഉണ്ടായിരുന്നപ്പോൾ അവിടുത്തെ ഈ മതമൗലികവാദികൾ ഒത്തിരി അന്യമതസ്ഥരെ ഉപദ്രവിച്ചിട്ടുണ്ട്. വളരെ മോശം ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നാൽ സന്തോഷമായിട്ടുള്ള കാര്യം, അത് തെറ്റായ പ്രവണതയായിരുന്നെന്ന് തലമുറക്കാരായ രാജാക്കന്മാർക്ക് മനസ്സിലായി. അവരതിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. ഒരിക്കലും നാം പ്രതീക്ഷിച്ചല്ലായിരുന്നു. അതിൻ്റെ നേട്ടങ്ങളും അവർക്ക് കൊയ്യാൻ പറ്റുന്നുണ്ട്. ഇതല്ലാതെ ഒരു മതത്തിൻ്റെ പേരും പറഞ്ഞ് നമ്മൾ സർവ്വസൈന്യാധിപനായിട്ടോ സർവാധികാരിയായിട്ട് പെരുമാറിയാൽ നമുക്ക് ബുദ്ധിമുട്ടുകളുണ്ടാകും. ഇനി ഈ അമേരിക്കൻ ജനതയോട് ചോദിച്ചിട്ടല്ല ഈ ട്രംപ് യുദ്ധം സ്റ്റാർട്ടപ്പ് ചെയ്തത്. പാവം അനുഭവിക്കുന്നത് അവരും.
അവരുടെ നികുതികൾ അധികമായി അവരിൽ നിന്ന് ഈടാക്കുകയും മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഈടാക്കി മറ്റു രാജ്യക്കാരെ പട്ടാള ബലം പ്രയോഗിച്ച് അവരെ തകർക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമായ നീചമായൊരു പ്രവൃത്തിയാണ്. ഇതൊരിക്കലും ഇങ്ങനെ ഉണ്ടാകാൻ പാടില്ല. ഡൊണാൾഡ് ട്രംപ് എത്രയും പെട്ടെന്ന് ഇതിനൊരു അവസാനം നിങ്ങൾ തന്നെ കണ്ടെത്തണം. കാര്യം നിങ്ങൾ തുടങ്ങി വെച്ചതാണ്. നിങ്ങളും ഇസ്രയേലും തുടങ്ങി വെച്ചു, ഇറാൻ അതിനെ പിന്തുടരുന്നു. നഷ്ടമാർക്കാണ്? നിങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നഷ്ടം ഉണ്ടാകുന്നത്. ഒരുപക്ഷെ അമേരിക്ക വിചാരിച്ചിരിക്കുക അവർക്ക് യുദ്ധക്കെടുതികളൊന്നും അവിടെ മിസൈൽ പോകുന്നതൊന്നുമില്ല. പക്ഷേ മറ്റൊരു കാര്യം, അമേരിക്കയുടെ എക്കണോമി ഓരോ ദിവസം ഇടിഞ്ഞിടിഞ്ഞ് വരികയാണ്. അതിനെ ഒരു നോർമലൈസ് ചെയ്യണമെങ്കിൽ അതിന് കാലങ്ങളെടുക്കും. ആ നഷ്ടങ്ങൾ അവർ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഈ യുദ്ധക്കൊതിയന്മാർ ഒന്ന് ആലോചിച്ചാൽ നന്നായിരിക്കും. രണ്ടാമതായി, നഷ്ടങ്ങൾ. പല ആൾക്കാരും ജോലികൾ നഷ്ടപ്പെടുന്നു. പലയിടത്തും രാജ്യത്തിൻ്റെ പല ഭാഗത്തും കുടുങ്ങിക്കിടക്കുന്നു. അവർക്ക് സ്വന്തം രാജ്യത്തിൽ എത്താനുള്ള ഗതാഗത സൗകര്യങ്ങൾ ഇല്ലാതായി. അപ്പോൾ ഇതിനൊരു ശാശ്വത പരിഹാരം ഇമ്മീഡിയറ്റായിട്ട് കണ്ടില്ലെങ്കിൽ ലോകം തീർച്ചയായിട്ടും വല്ലാത്തൊരു സ്റ്റേജിലേക്ക് പോകും. ദരിദ്രവും പല പ്രശ്നങ്ങളും ഇവിടെ ഉണ്ട്. ഈവൻ ആഹാരം കഴിക്കാനുള്ള ധാന്യങ്ങൾ തന്നെ കൃഷി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാകാതാകും. അങ്ങനെ എല്ലാ മേഖലകളിലും നാം ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ട ഒരു സാഹചര്യത്തിൽ എത്തിച്ചേരും. ഇപ്പോൾ തന്നെ ഏതാണ്ട് നാം ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. അതിന് ശാശ്വതമായ പരിഹാരം കാണാം. എല്ലാ രാജ്യക്കാരും മുമ്പോട്ട് വരണം. ഇപ്പോൾ റഷ്യയും ചൈനയും അവർ തന്നെ വിഭിന്ന അഭിപ്രായങ്ങളിലാണ് നിൽക്കുന്നത്. അവർ ഈ യുദ്ധത്തിനോട് അംഗീകരിക്കുന്നില്ല. അമേരിക്കയോട് അവർ അംഗീകരിക്കുന്നില്ല. അമേരിക്കയ്ക്കൊന്നും ചെയ്യാൻ വയ്യാത്തൊരു ഇഷ്ടം. ഓരോ ദിവസം ചെല്ലുന്തോറും അമേരിക്ക ഓരോ രാജ്യങ്ങളുടെ ഫ്രണ്ടിൽ, ജനങ്ങളുടെ ഫ്രണ്ടിൽ അധംപതിക്കുകയാണ്, നാണം കെടുകയാണ്. അത് അവിടുത്തെ ഭരണാധിപന്മാരൊന്ന് ശ്രദ്ധിച്ചാലും ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ ട്രംപിൻ്റെ അവസാനം വളരെ ശോചനീയമായിരിക്കും. ആ ഒരു സ്റ്റേജ് വരാതെ ചെയ്ത തെറ്റിന് ജനങ്ങളോട് മാപ്പ് പറയണമെന്നില്ല. പക്ഷേ നിങ്ങൾ തെറ്റ് തിരുത്തി എത്രയും വേഗം സമാധാനാന്തരീക്ഷം നിങ്ങൾ കൊണ്ടുവരും. കാരണം നിങ്ങളാണ് ഇതിൻ്റെ കാരണക്കാരൻ. നിങ്ങൾ ഒരാൾ മൂലം ലോക ജനതയെ ഭീതിയിലാക്കാനും കഷ്ടപ്പാടിലേക്ക് വലിച്ചെറിയുന്ന സാഹചര്യം നിങ്ങളുണ്ടാക്കി. അതുകൊണ്ട് നിങ്ങൾ തന്നെ ആദ്യം യുദ്ധം നിർത്താൻ മുൻകൈയെടുക്കുക. സ്വാഗതാർഹമാണ് നാറ്റോ സഖ്യങ്ങൾ ഇതിൽ ഇടപെടാത്ത നല്ലത്. അതുപോലെ UK-യും ഇതിൽ ഇടപെടുന്നില്ല, നല്ലതാണ്. അവരുകൂടെ ഇടപെട്ട് കഴിഞ്ഞാൽ യുദ്ധത്തിൻ്റെ ഗതി ഇതിലും ഭയാനകമായിരുന്നു. ഇപ്പോൾ അത് നടക്കാത്തത് വലിയൊരു കാര്യം. അവരും വ്യക്തതകൾ നല്ല കാര്യങ്ങൾക്ക് കൂട്ടുനിൽക്കുക. അവർക്ക് അതിനുള്ളൊരു സമാധാനം അവരുടെ രാജ്യങ്ങളിലുണ്ടാകും. നാം ഒരിക്കലും മറ്റൊരു രാജ്യങ്ങളുടെ ആഭ്യന്തര കാര്യത്തിൽ പെടാതിരിക്കുക. ഒപ്പം ഈ മതം മുറുകെ പിടിക്കുന്നവരോടൊന്ന് പറയാം, നിങ്ങൾ അതൊരു ഇൻഡിവിജ്വൽസിനെ വിടുക. അവരുടെ വിശ്വാസം അവർ കാക്കട്ടെ. മതവും ഭരണവും ഒന്നിച്ച് കൈയാളാതിരിക്കുക. അതെപ്പോഴും നാശത്തിലേക്കുള്ള വഴിയായിരിക്കും. സമാധാനം പുലരട്ടെ എന്നൊക്കെ ആശംസിക്കുക. കാണാൻ വീണ്ടും മറ്റൊരു വീഡിയോയിൽ. താങ്ക് യു.